ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിറാക്കിൾ വേർഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ടൗണിൽ പോയപ്പോൾ എനിക്ക് കുറച്ച് ജറബറയുടെ പ്ലാന്റ്സുകൾ കിട്ടി. റോഡ് സൈഡിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റോസും ജറബറയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു 3 കളറ് എടുത്തു. യെല്ലോ, ഓറഞ്ച്, റെഡ്. നല്ല ചെടികളാട്ടോ, നല്ല ഫ്രഷ് ചെടികളാണ്. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ വാങ്ങിച്ചുണ്ടാക്കുമ്പോൾ എനിക്കത് പിടിക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ കിഴങ്ങുകളെല്ലാം ഉണ്ട്. കിഴങ്ങുകൾക്കൊന്നും ഒരു കേടുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ, റീപോർട്ടിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്ലാന്റ്സ് വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഒരു പാത്രത്തിലേക്ക് സാഫ് കലക്കി വയ്ക്കുക ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മൂട് ഭാഗം ഇതിലിട്ട് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കും. ഇത് മുക്കി വെച്ചതാണ് കേട്ടോ, ഞാനിപ്പോൾ കാണിക്കുന്നതിന് വേണ്ടി. ഇങ്ങനെ നന്നായിട്ട് മുക്കിയെടുത്തതിന് ശേഷം ഈ ലീഫിലൊക്കെ നമ്മൾ ഈ സാഫിൻ്റെ വെള്ളം നന്നായിട്ടൊന്ന് തളിച്ചു കൊടുക്കുക. മുക്കിയെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ പിന്നെ രോഗങ്ങളൊക്കെ ഉള്ള പ്ലാന്റ്സാണ് നമുക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ള ചെടികളിലേക്കൊന്നും പകരാതിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ടാണ് ഞാനിത് റീപോർട്ട് ചെയ്യാറ്. ഇനി ഞാൻ ഇതിനെടുത്തിട്ടുള്ളത് ഈ ഒരു പോട്ടാണ്. റീപോർട്ട് ചെയ്യുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ളൊരു പാത്രം ഈ ഒരു പോട്ടാണ്. ഇനി ഞാൻ ഇതിനുള്ള മണ്ണ് എടുത്തിരിക്കുന്നത്, ഇതിന് മണൽ പിന്നെ മണ്ണ് മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് മണലുണ്ടായിരുന്നില്ല. അപ്പോൾ മണലിന് പകരം ഞാൻ എംസാൻഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ സാധാ മണ്ണ്. അപ്പോൾ എൻ്റെ പഴയ ചട്ടിയിലുണ്ടായിരുന്ന കുറച്ച് ഉണങ്ങിയ മണ്ണുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ കുറച്ച് സാഫിൻ്റെ പൊടി ഇതിൽ വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കിഴങ്ങൊന്നും അഴുകി പോവാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാനത് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വേറെ ഒന്നും കൂട്ടിയിട്ടില്ല. ഈ മണ്ണും എംസാൻഡും പിന്നെ ഈ ഒരു സാഫും നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു ഇത്. അപ്പോൾ ഇനി ഞാൻ ഇത് ഈ ഒരു പോട്ടിലേക്കാണ് നടാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു പോട്ടിലേക്ക് ഇങ്ങനെ ഇത്ര മണ്ണെടുത്തിട്ടുണ്ട്. ഈ മിക്സ് ചെയ്തിട്ടുള്ള മണ്ണ് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചെടി എടുത്തിട്ട്, ഏതെങ്കിലും ഒരു ചെടി എടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു മൂട് ഭാഗം ഇതിലിങ്ങനെ നിൽക്കുന്ന രീതിയിൽ ഇനി മണ്ണ് ഇതിന് ചുറ്റും ഇട്ടെടുക്കുക. ഇതിൻ്റെ ഈ ഒരു മുരട് ഭാഗം ഒരുപാട് മണ്ണിൽ ആഴ്ന്നു നിൽക്കാൻ പാടില്ല. അപ്പോൾ അത് പെട്ടെന്ന് അഴുകിപ്പോവും. അപ്പോൾ ഇത്രയും മണ്ണേ ഇതിൽ പാടുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായി പ്രസ് ചെയ്ത് കൊടുക്കുക. വേണമെങ്കിൽ നമുക്കിത് മറിഞ്ഞു വീഴാതിരിക്കുന്നതിന് വേണ്ടി ഒരു സ്റ്റെമ്മ് ഇതിന് വെച്ച് കെട്ടിക്കൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് ഇതിൽ കുറച്ച് നല്ല വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു ഒഴുകിപ്പോകുന്നൊരു ചട്ടിയാവണം. നല്ല ഹോളുള്ള ചട്ടിയായിരിക്കണം നമ്മൾ എപ്പോഴും നടാനെടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം നന്നായിട്ട് ഡ്രെയിനേജിലൂടെ പുറത്തേക്ക് പോകുന്നത് നമുക്ക് കാണണം. അപ്പോൾ അത്തരത്തിലുള്ളൊരു ചട്ടിയായിരിക്കണം എടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ചട്ടി എടുക്കുന്നതിന് മുന്നേ അത് ഞാൻ ചെയ്യാൻ മറന്നുപോയി. ഇതിലേക്ക് ഈ ചട്ടിയുടെ അടിഭാഗത്ത് ഹോളിൻ്റെ ഭാഗത്ത് കുറച്ച് വലിയ കല്ലുകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ചളി വന്ന് അടിഞ്ഞിട്ട് വെള്ളം പോവാതെ കെട്ടിക്കിടക്കുന്ന അവസ്ഥ മാറിക്കിട്ടും. അപ്പോൾ ഇതിൽ ഞാനത് ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ അതൊന്ന് ശ്രദ്ധിക്കണം. ഇതിലിപ്പോൾ നല്ല ഹോളുള്ളൊരു ചട്ടി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണം ശരിക്കും. അപ്പോൾ എന്നിട്ട് ഇങ്ങനെയാണ്. ഇതിൽ ഇനി നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കാണാം നല്ല വെള്ളമൊക്കെ വാർന്ന് പോകുന്നത്. ഇനി ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് പുതിയ തെഴുകളൊക്കെ വന്ന് ഉഷാറായി വരും. അപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് പോട്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ്. നന്നായിട്ട് ചെടി പിടിച്ച് കിട്ടും. പിന്നെ ഞാൻ ഇതിൽ ഫെർട്ടിലൈസറുകളൊന്നും യൂസ് ചെയ്യുന്നില്ല പറഞ്ഞില്ലേ. ആദ്യം ഞാനൊന്നും യൂസ് ചെയ്യാറില്ല. കാരണം ഫെർട്ടിലൈസറുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഒരു കിഴങ്ങ് പെട്ടെന്നൊക്കെ അഴുകി പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതിൽ സെറ്റായി റൂട്ടൊക്കെ നന്നായി പിടിച്ചതിന് ശേഷമാണ് ഞാനിതിലേക്ക് ഫെർട്ടിലൈസറുകളൊക്കെ ആഡ് ചെയ്യാൻ തുടങ്ങുകയുള്ളൂ. ഏറ്റവും നല്ലൊരു മെത്തേഡ് അതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പ്ലാന്റ്സ് എല്ലാം പിടിച്ച് കിട്ടും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ പ്ലാന്റ്സുകളൊക്കെ എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.